അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇസ്ലാമിക കലണ്ടർ പ്രകാരം പുതിയ ഒരു വർഷത്തിലേക്ക് നാം പ്രവേശിച്ച സന്ദർഭത്തിലും സാഹചര്യത്തിലുമാണ് നാം ഉള്ളത്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം അത് 12 ആണ്. ആ 12 മാസങ്ങളിൽ 4 മാസങ്ങൾ പവിത്രമാക്കപ്പെട്ട മാസങ്ങളാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ പവിത്രമായ മാസം ഒന്ന് മുഹറമാണ്, അതാണ് മാസങ്ങളുടെ തുടക്കം. മറ്റൊന്ന് റജബാണ്, മറ്റൊന്ന് ദുൽഖഅദാണ്, മറ്റൊന്ന് ദുൽഹിജ്ജയാണ്. അപ്പോൾ ഇസ്ലാമിക മാസങ്ങളിൽ, അറബി മാസങ്ങളിൽ മാസങ്ങളുടെ തുടക്കവും മാസത്തിന്റെ അവസാനവും, അതായത് മുഹറമും ദുൽഹിജ്ജയും രണ്ടും പവിത്രമാക്കപ്പെട്ട മാസങ്ങളാണ്. എന്താണ് 12 മാസങ്ങളിൽ നിന്ന് ഈ 4 മാസങ്ങളെ എന്തുകൊണ്ടാണ് പവിത്രമാക്കപ്പെട്ട മാസങ്ങളെന്ന് പറയുന്നത്? അതല്ലെങ്കിൽ പവിത്രമാക്കപ്പെട്ട ഈ മാസങ്ങളിൽ വിശ്വാസികൾ എന്ന നിലക്ക് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? മുഹറം എന്ന ആ പദം തന്നെ പവിത്രമാക്കപ്പെട്ട എന്നാണ് അതിന്റെ അർത്ഥം. ഈ ആയത്തിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും. ഈ മാസങ്ങളിൽ നിങ്ങളോട് തന്നെ നിങ്ങൾ അക്രമം പ്രവർത്തിക്കരുത് എന്ന് ഈ ആയത്തിന്റെ ബാക്കിയായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുമ്പോൾ അതിന് വിശദീകരണമായിക്കൊണ്ട് മഹാന്മാരായ സ്വഹാബത്ത് പറഞ്ഞിട്ടുള്ളത്, കുല്ലു അമലി ഫീഹാ യുളാഅഫു അജ്റഹു. ഈ 4 മാസങ്ങളിൽ പ്രവർത്തനങ്ങൾക്ക്, സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം കൂടുതലാണ് എന്നതാണ്. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് മറ്റുള്ള മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പ്രതിഫലം നൽകുന്ന മാസമാണ് ഈ 4 മാസങ്ങൾ. അതുപോലെ തന്നെ കമാ യുളാഇഫു വിസ്റൽ മഅസിയ, നാം ചെയ്യുന്ന പാപങ്ങളുടെ കുറ്റമെന്നത് അത് കൂടുതൽ കർക്കശമാകുന്ന ഒരു മാസം കൂടിയാണ് ഈ 4 മാസങ്ങൾ എന്നതാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മാസങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കുള്ളത്. ഈ മാസം ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഇംഗ്ലീഷ് മാസം അനുസരിച്ചുകൊണ്ടാണ് നമ്മളത് പറയുക. എന്നാൽ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ഈ 4 മാസങ്ങളെ കുറിച്ചുള്ള ഒരു ബോധ്യവും അതിന്റെ പവിത്രതയുമൊക്കെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മുഹറം മാസത്തിലാണ്, പവിത്രമാക്കപ്പെട്ട ഒരു മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് എന്ന ബോധ്യം നമ്മളും നമ്മുടെ കുടുംബവുമൊക്കെ അത് ഇടക്കിടക്ക് നമ്മുടെ സംസാരങ്ങളിൽ വരേണ്ട ഒന്നാണ്. നമ്മൾ മുഹറം മാസത്തിലാണ്, അതുകൊണ്ട് നമ്മുടെ ആരാധനകൾ വർദ്ധിക്കേണ്ടതുണ്ട്. പാപങ്ങളിൽ നിന്നും, കുറ്റങ്ങളിൽ നിന്നും, തെറ്റുകുറ്റങ്ങളിൽ നിന്നും കൂടുതലായി നാം വിട്ടുനിൽക്കേണ്ടതുണ്ട് എന്ന ഒരു ബോധ്യം നമ്മുടെ മനസ്സിനകത്തുണ്ടാകാനാണ് ഈ വിഷയങ്ങൾ നാം ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞുപോയി. നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞുപോയി. നമ്മൾ മുഹറം 2-ലാണുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളി, ശനി, മുഹറം 9, 10 വ്രതമായിരിക്കും നമുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമ്മുടെ ആയുസ് ഇങ്ങനെ കഴിഞ്ഞു പോകും. നമ്മുടെ പ്രായം എന്നത് വളരെ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോകുന്ന ഒന്നാണ്. ആ ഒരു കാഴ്ചപ്പാടും ചിന്തയും ഇസ്ലാമിക കലണ്ടർ പ്രകാരം പുതിയ ഒരു വർഷത്തെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകേണ്ടതുണ്ട്.
നമുക്ക് തോന്നും ഇവിടെ കുറെ കാലം നാം ജീവിച്ചിട്ടുണ്ട് എന്ന്. എന്നാൽ ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൽ പാരത്രിക ലോകത്തിന് മുൻഗണന നൽകാതെ ജീവിക്കുന്ന മനുഷ്യന്മാർ നാളെ പരലോകത്ത് അവർക്ക് വളരെ ചെറുതായിക്കൊണ്ടാണ് മനുഷ്യർക്ക് പൊതുവെ ഈ കാലത്ത് ബോധ്യപ്പെടുക. വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായിക്കൊണ്ട് അത് സൂചിപ്പിക്കുന്നുണ്ട്. വയൗമ യഹ്ശുറുഹും, നാളെ മനുഷ്യരെ പരലോകത്ത് മഹ്ശറയിൽ ഒരുമിപ്പിച്ചു കൂട്ടപ്പെടുമ്പോൾ, മഹ്ശറ എന്ന് പറഞ്ഞാൽ ഒരുമിപ്പിച്ചു കൂട്ടപ്പെടുന്ന സ്ഥലം എന്നാണ് അതിന്റെ അർത്ഥം. വയൗമ യഹ്ശുറുഹും, നാളെ മനുഷ്യരെ മഹ്ശറയിൽ ഒരുമിപ്പിച്ചു കൂട്ടപ്പെടുന്ന സന്ദർഭത്തിൽ കഅല്ലം യൽബസു ഇല്ലാ സാഅത്തം മിനൻ നഹാർ, മനുഷ്യർക്ക്, അതായത് നമുക്ക്, നാം ജീവിച്ച ഈ ദുനിയാവിലെ കാലയളവിനെ കുറിച്ച് നമുക്ക് തോന്നുക ഇല്ലാ സാഅത്തം മിനൻ നഹാരി, പകലിലെ ഒരു മണിക്കൂർ പോലെ തോന്നുള്ളൂ. അവിടെ എത്തുമ്പോ മഹ്ശറയിൽ മനുഷ്യരെല്ലാം ഒരുമിച്ചു കൂടുന്ന സന്ദർഭത്തിൽ മനുഷ്യർക്ക് തോന്നുക ഒരു മണിക്കൂർ പോലെയാണ് ഈ ലോകത്തെ ദുനിയാവിനെ നമുക്ക് തോന്നുക. നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഇവിടുന്ന്. പക്ഷേ നമ്മെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അങ്ങനെ നമുക്ക് തോന്നുള്ളൂ എന്നാണ്. അതെങ്ങനെ നമുക്ക് പറയാൻ പറ്റൂല. അവിടെ എത്തുമ്പോ ഇത്രയും കാലം 60 വർഷം 70 വർഷമൊക്കെ ജീവിച്ചത് അവിടെ മഹ്ശറയിൽ ഒരുമിച്ച് കൂടുമ്പോ പകലിലെ ഒരു മണിക്കൂർ പോലെ തോന്നുള്ളൂ. അപ്പൊ അതൊരു പ്രയാസത്തിന്റെ ലോകമാണ്, അതൊരു പ്രശ്നത്തിന്റെ ലോകമാണ്. ആർക്ക്? തിന്മ ചെയ്ത ആളുകൾക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്നു യതആറഫൂന ബൈനഹും, പരിചയക്കാരെ മനുഷ്യർ തിരയുന്നതാണ്. എല്ലാവരെയും പരിചയപ്പെടാൻ വേണ്ടി മനുഷ്യർ ശ്രമിക്കും. ആരാണ് തന്റെ കൂട്ടുകാർ ഇവിടെ ഉള്ളത്, ആരാണ് കുടുംബക്കാർ ഇവിടെ ഉള്ളത്, ആ ഭാര്യയുണ്ടോ ഭർത്താവുണ്ടോ മക്കളുണ്ടോ, അതൊക്കെ രക്ഷപ്പെടാനുള്ള നോക്കലാണ്. അതാണ് അതിന് വിശദീകരണം നൽകിയിട്ടുള്ളത്. യതആറഫൂന ബൈനഹും, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടും. പക്ഷേ എത്ര പരിചയപ്പെട്ടിട്ടും കാര്യമില്ല, എത്ര വേണ്ടപ്പെട്ട ആളുകളെ കണ്ടെത്തിയിട്ടും കാര്യമില്ല. ഖദ് ഖസിറല്ലദീന കദ്ദബൂ ബിലിഖാഇല്ലാ, പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന ബോധ്യമില്ലാതെ ജീവിച്ച ആളുകൾക്ക് നഷ്ടമാണ് ആ ദിവസം. ഖദ് ഖസിറല്ലദീന കദ്ദബൂ ബിലിഖാഇല്ലാ, നാളെ പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടണം, അല്ലെങ്കിൽ പരലോകമുണ്ട്, ഈ ബോധ്യമില്ലാതെ ജീവിച്ച ആളുകൾക്ക് നഷ്ടമാണ് ആ ദിവസം. വമാ കാനൂ മുഹ്തദീൻ, അവർ ഒരിക്കലും സന്മാർഗത്തിലായിരുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി സൂചിപ്പിക്കുകയാണ്. മറ്റൊരു ചോദ്യം, കാല, മനുഷ്യർ ചോദിക്കും പരസ്പരം, കം ലബിത്തും ഫിൽ അർളി അദദ സിനീൻ, മനുഷ്യരോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യമാണ്, നിങ്ങൾ ദുനിയാവിൽ എത്ര കാലം ജീവിച്ചിട്ടുണ്ടാകും, എത്ര കാലം ദുനിയാവിൽ നിങ്ങൾ ജീവിച്ചിട്ടുണ്ടാകും? ഖാലു, അവർ പറയും, ലബിത്നാ യൗമൻ ഔ ബഅദ യൗം, അവർ പറയും ലബിത്നാ യൗമൻ, ഞങ്ങൾ ഒരു ദിവസം താമസിച്ചിട്ടുണ്ട്. ഔ, അല്ലെങ്കിൽ സംശയമാണ്, അല്ലെങ്കിൽ ബഅദ യൗമിൻ, ഒരു ദിവസങ്ങളിൽ നിന്ന് കുറച്ചു കാലം. ഫസ്അലിൽ ആദീൻ, നിങ്ങളുടെ ആയുസ്സിനെ എണ്ണിത്തിട്ടപ്പെടുത്തിയ ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. ഖാല, അവർ പറയും, മലക്കുകൾ ഇവരോട് പറയും, ഇൻ ലബിത്തും ഇല്ലാ ഖലീലൻ, നിങ്ങൾ കുറച്ചു കാലേ ജീവിച്ചിട്ടുള്ളൂ. അവരോടുള്ള മറുപടി, നിങ്ങൾ ഒരു ദിവസം ജീവിച്ചോ കുറച്ചു കാലം ജീവിച്ചോ എന്നതൊന്നും അന്വേഷിക്കണ്ട, അവിടെ കുറച്ചു കാലേ ഉള്ളൂ പരലോകത്തെ സംബന്ധിച്ചിടത്തോളം. ലൗ അന്നക്കും കുൻതും തഅലമൂൻ, പക്ഷെ അത് നിങ്ങൾ അവിടെ വെച്ചുകൊണ്ട് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ദുനിയാവിൽ വെച്ച് ഇത് വളരെ കുറച്ചു കാലേ ഉള്ളൂ, ഇത് വളരെ പെട്ടെന്ന് അവസാനിക്കും, ഇവിടെ നിന്ന് യാത്ര പോകേണ്ടവരാണ് എന്ന ബോധ്യവും കാലവും മണിക്കൂറും ആയുസ്സും ഇവിടെ വെച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമല്ല. അത് അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് മനുഷ്യരോട് മറുപടിയായി കൊണ്ട് പറയുമെന്നാണ്. അപ്പോൾ മുഹറം എന്ന ഒരു മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞുപോയി. ഇങ്ങനെ വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്ന ഒന്നാണ് ഈ ദുനിയാവ് എന്നതിനെ കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹാസിബു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ കുറിച്ച് ഒന്ന് വിചാരണ നടത്തണം. ഖബ്ല അൻ തുഹാസിബു, അല്ലാഹു നിങ്ങളെ വിചാരണ നടത്തുന്നതിന്റെ മുൻപ്. അത് വളരെ സുഖകരമായ ഒരു സംഗതിയാണ്. അതിന് കൂടുതൽ അറിവിന്റെ ആവശ്യമൊന്നുമില്ല.
നമ്മളിങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ട ചില കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഇതാണ് ഇസ്ലാം, ഇതാണ് ഖുർആന്, ഇതാണ് സുന്നത്ത്, ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത്, ഇങ്ങനെയൊന്നും ജീവിക്കാൻ പാടില്ല എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാവും. അത് നമ്മൾ ചെറുപ്പം മുതലേ മദ്രസയിൽ നിന്ന് പഠിക്കുന്നതാണ്, അതല്ലെങ്കിൽ പല പ്രഭാഷണങ്ങളിൽ നിന്നും കേട്ടതാണ്. അപ്പൊ നമ്മൾ നമ്മെ അള്ളാഹു വിചാരണ നടത്തുന്നതിന്റെ മുൻപ് ഒന്ന് വിചാരണ നടത്തുക. വസ്സിനൂഹ ഖബ്ല അൻ തുവസ്സിനൂ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തൂക്കിക്കണക്കാക്കുന്നതിന്റെ മുൻപ് നിങ്ങളൊന്ന് തൂക്കിക്കണക്കാക്കുക എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞുപോയി എന്ന ഒരു ബോധമുണ്ടാകുമ്പോൾ ഈ ചിന്ത ഈ മുഹറമിന്റെ തുടക്കത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. നമ്മൾ മനുഷ്യരുടെ ഒരു പ്രത്യേകത പൊതുവെ നമ്മൾ പലരുടെ മുൻപിലും നന്നായിട്ടുണ്ട് ഞാൻ എന്ന് അഭിനയിക്കുന്നവരോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള നാട്യങ്ങൾ കാണിക്കുന്നവരോ ആണ്. പലരുടെ മുമ്പിലും, നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ മുൻപിൽ, അല്ലെങ്കിൽ വിവാഹാലോചനകൾ വരുന്ന സന്ദർഭത്തിൽ ഇവിടെയൊക്കെ നമ്മൾ നല്ലവരാണ് എന്ന നാട്യങ്ങൾ വരുത്തി തീർക്കുന്ന ആളുകളാണ്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ വ്യക്തികളുടെ മുൻപിലാണ് പലപ്പോഴും ഈ നാട്യങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മളിങ്ങനെ സ്വയം ഒന്ന് ആലോചിച്ചാൽ മതി. ഈ വ്യക്തികൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ ആളുകളാണല്ലോ, മനുഷ്യർ എന്നൊക്കെ പറഞ്ഞാല് വളരെ നിസ്സാരരാണ്. പക്ഷെ നമ്മൾ സത്യസന്ധമായി അള്ളാഹുവിന്റെ മുൻപിൽ എനിക്ക് നന്നാകണം എന്ന ബോധ്യത്തോടെ അതിനുവേണ്ടി നാട്യങ്ങൾ ഉണ്ടാക്കുക. അതെന്താ? എന്നെ അള്ളാഹ് കാണുന്നുണ്ട്, അള്ളാഹു ആണല്ലോ വലിയവൻ, എന്നെ അള്ളാഹു കാണുന്നുണ്ട്, എന്നെ കുറിച്ച് അള്ളാഹു അറിയുന്നുണ്ട്. അങ്ങനെ അള്ളാഹു എന്നെ കാണുന്നുണ്ട്, അള്ളാഹു എന്റെ പ്രവർത്തനങ്ങളെ അറിയുന്നുണ്ട് എന്ന് വെച്ചുകൊണ്ട് നന്നാകാനുള്ള ഒരു തീരുമാനം നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പൊ അങ്ങനെ ഒരു മാറ്റത്തിന്, ഒരു പുതിയ വർഷത്തെ നാം സ്വീകരിക്കുമ്പോൾ അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടാകണം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇദാ അംസൈത, വൈകുന്നേരമായി കഴിഞ്ഞാൽ ഫലാ തന്തളിരി സ്വബാഹ്, ഒരിക്കലും നീ പ്രഭാതത്തെ പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം അത്ര നിസ്സാരമാണ് ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണല്ലോ നമ്മൾ കിടന്നുറങ്ങുന്ന നേരത്ത് കുറെ നിയമങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അതെന്താ? ഇനി സുബൈക്ക് ഞാൻ എഴുന്നേറ്റോണമെന്നില്ല. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്ത് ഓതി ഒരാൾ കിടന്നുറങ്ങിയാൽ, അയാൾ ആ ഉറക്കത്തിൽ മരണപ്പെട്ടാൽ അയാൾക്ക് സ്വർഗമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യും. അതെന്താ? ഇദാ അംസൈത, വൈകുന്നേരമായാൽ ഫലാ തന്തളിരി സ്വബാഹ, പകലിനെ നീ പ്രതീക്ഷിക്കേണ്ടതില്ല, കിട്ടിയാ കിട്ടിയേ ഉള്ളൂ. വഇദാ അസ്ബഹത, നേരം വെളുത്തു കഴിഞ്ഞാൽ വലാ തന്തളിരിൽ മസാഅ, വൈകുന്നേരത്തെയും നീ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇത് വളരെ കറക്റ്റാണ്, ഇത് വളരെ കൃത്യമാണ്. ഇപ്പൊ നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടി, ഇന്ന് വൈകുന്നേരം ഈ കൂട്ടത്തിൽ മുഴുവൻ ആളുകളും ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ കഴിയോ? ഒരിക്കലും കഴിയില്ല. നമ്മൾ ഉണ്ടാവും എന്ന് പറയാൻ കഴിയോ? കഴിയില്ല. ഇന്ന് നേരം വെളുത്തു, ഇന്ന് വൈകുന്നേരമായി, നാളെ നേരം വെളുക്കുന്നതുവരെ നമ്മൾ ഉണ്ടാവും നമുക്ക് പറയാൻ കഴിയോ? ഇല്ല. അത്രേ ഉള്ളൂ നമ്മുടെ അവസ്ഥ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, വഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക, നിനക്ക് രോഗം വരുന്നതിന്റെ മുൻപ് നിന്റെ ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തുക. അത് ആരോഗ്യം എന്ന് പറഞ്ഞാല് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച ഒന്നാണ്. പക്ഷെ നമ്മളൊരു 10 വർഷമൊക്കെ എടുത്ത് നമ്മുടെ ബോഡിയൊക്കെ സെറ്റാക്കി വളരെ ഉഷാറാക്കി ഇങ്ങനെ കൊണ്ടുവന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമ്മുടെ ശരീരം, അത് നഷ്ടപ്പെടാൻ 10 ദിവസം പോലും വേണ്ടി വരില്ല. പിന്നെ ഒന്നിനും കഴിയില്ല. എന്തും ചെയ്യുന്ന ഒരാള്, അയാൾക്ക് റുക്കൂഇലേക്ക് പോകാൻ കഴിയില്ല. റുക്കൂഇ ചെയ്യുക, സുജൂദ് ചെയ്യുക, അത്തഹിയ്യാത്തിലിരിക്കുക, ശരിക്കും ഇങ്ങനെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് സത്യത്തിൽ. കാരണം അതിനൊന്നും കഴിയാത്ത കുറെ മനുഷ്യന്മാരുണ്ട്. അതുകൊണ്ടാണ് റസൂല് പറഞ്ഞത്, നിന്റെ ആരോഗ്യത്തെ രോഗം വരുന്നതിന്റെ മുൻപ് നീ ഉപയോഗപ്പെടുത്തണം. രോഗം വന്നിട്ട് ഫീലിംഗ് ഉണ്ടായിട്ട് കാര്യമല്ല. എല്ലാവരും ഇങ്ങനെ കിടന്നുറങ്ങുമ്പോ രാത്രി വേദന കാരണത്താൽ ഉറങ്ങാൻ കഴിയാത്ത ഒരാൾ വിചാരിക്കുക എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പോഴാണ് ആളുകൾ സംശയമൊക്കെ ചോദിക്കുക, എങ്ങനെ? അല്ല, ഈ രാത്രി നമസ്കാരം എന്നുള്ളത് 11 ഉള്ളൂ, അതിലേറെ നിസ്കരിക്കാൻ പറ്റുമോ? അത് 4 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടത്, അതല്ല ഒറ്റട്ടാണ് അവസാനിപ്പിക്കേണ്ടതൊക്കെ ആളുകൾ സംശയം ചോദിക്കലുണ്ട്.
അപ്പൊ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും ഒന്നുമല്ല, ഒരു 2 മണിയായി കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരുന്നില്ല, അപ്പൊ നിസ്കരിക്കല്ലോ. നല്ലൊരു ചിന്തയാണത്. പക്ഷേ നമുക്ക് നമ്മുടെ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ അള്ളാഹുവിൻ നമ്മളോട് പറഞ്ഞ കാര്യം കൂടി സൂക്ഷിക്കുക എന്നത് ഏറെ ശ്രേഷ്ഠകരമാണ്. ചെറുപ്പക്കാരായ ആളുകൾ പള്ളികളിൽ ഉണ്ടാകുക, ചെറുപ്പക്കാരായ ആളുകൾ ജമാഅത്തിനെത്തുക, ചെറുപ്പകാലഘട്ടം തെറ്റിൽ നിന്ന് മാറി നിൽക്കുക, എല്ലാം ആസ്വദിക്കാൻ കഴിയുന്ന ഹറാം അടക്കമുള്ള കാര്യങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്ന കാലത്ത് ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുക. അതിനൊരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത അള്ളാഹു നൽകുക മഹ്ശറിൽ വെച്ചുകൊണ്ടാണ്. 7 വിഭാഗം ആളുകൾക്കാണ് അർശിന്റെ തണലുള്ളത്. അതിലൊന്ന് ചെറുപ്പക്കാരനാണ്. എന്താണ് ആ ചെറുപ്പക്കാരൻ? ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. ചെറുപ്പത്തിൽ, ചോരത്തിളപ്പുള്ള പ്രായത്തിൽ, എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച ഒരാൾ എന്നാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ആരോഗ്യം രോഗത്തിനു വേണ്ടി നീ ഉപയോഗപ്പെടുത്തുക. വമിൻ ഹയാത്തിക ലിമൗത്തിക, മരണപ്പെടുന്നതിന്റെ മുൻപ് നിന്റെ മരണാനന്തര ശേഷമുള്ള കാര്യങ്ങൾക്ക് നീ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നതാണ്. അപ്പോൾ മുഹറമിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ രണ്ടാമതായിക്കൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ചിന്ത അതാണ്. മൂന്നാമത്തേത്, മുഹറമിൽ ഏറെ ശ്രേഷ്ഠകരമായ 2 വ്രതമുണ്ട്, 2 നോമ്പുണ്ട്. ആ നോമ്പ് റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പ് മുഹറമിലെ നോമ്പാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അഫ്ളലു സിയാമി ബഅദ റമളാൻ, റമളാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസമായ മുഹറമിലെ മാസമാണ്. അപ്പൊ അള്ളാഹു ഈ മാസത്തെ വിളിച്ചത് ഷഹ്റുല്ലാഹ്, അള്ളാഹുവിന്റെ മാസം എന്നതാണ്. വ അഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീളത്തി, നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം സ്വലാത്തുൽ ലൈലി, രാത്രിയിലെ നമസ്കാരമാണ്. അപ്പോൾ റമളാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠകരമായ വ്രതമുള്ളത് മുഹറമിലെ നോമ്പാണ്. ആ വ്രതം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന്റെ കൂലി, അതിന്റെ പ്രതിഫലം സിയാമു യൗമു ആശൂറാ, അതായത് ശനിയാഴ്ച ദിവസം, വരുന്ന ശനിയാഴ്ച ദുൽഹിജ്ജ് മുഹറം 10 ആ വ്രതം, ആശൂറാ വ്രതം. അഹ്തസിബു അലല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് ഞാൻ അതിന് പ്രതീക്ഷിക്കുന്നത് അൻ യുകഫിറ സനത്തില്ലത്തി ഖബ്ലഹു, കഴിഞ്ഞ ഒരു വർഷം നാം ചെയ്ത പാപങ്ങളെല്ലാം പുറത്തു കിട്ടുന്നുള്ളതാണ്. അപ്പൊ മുഹറം 10 നോമ്പിന് നാം അത് അനുഷ്ഠിക്കുമ്പോ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു വിചാരം അതാണ്. അപ്പോഴേ അതൊരു ആവേശം ഉണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ എന്ന് മുഹറം 10 അല്ലേ, നമ്മൾ നോമ്പ് വെക്കണ്ടേ. അപ്പൊ നമുക്കൊരു പ്രവർത്തനം ചെയ്യുമ്പോൾ അതിനൊരു ലക്ഷ്യം വേണം. നമ്മളിപ്പോ ഈ തെറ്റിൽ നിന്ന് മാറി നിൽക്കുക, ഒരു നന്മ ചെയ്യുക, അത് വെറുതെ ഇങ്ങനെ ചെയ്തു പോകുമ്പോ ഒരു ആവേശം ഉണ്ടാവില്ല. ഒക്കെ ഇങ്ങനെ പടച്ചോനെ ഇതിന്ന് മാറി നിന്നാ കൂലിട്ടുമല്ലോ, ഇത് ചെയ്താൽ പ്രതിഫലം കിട്ടുമല്ലോ, അപ്പൊ ഒരു ആവേശം ഉണ്ടാവും. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു വർഷം നാം ചെയ്ത ചെറുപാപങ്ങൾ, വൻപാപങ്ങളല്ല, വൻപാപങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യർ എന്ന നിലക്ക് നമ്മളാരും പൂർണ്ണരല്ല. നമ്മളെടുത്തൊക്കെ ചെറിയ ചെറിയ തെറ്റുകൾ വരുന്നുണ്ട്. നമുക്ക് ആ തെറ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോ ഒരു ബേജാറുണ്ടാവും. പടച്ചോനെ ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, ഇതൊക്കെ റബ്ബ് പുറത്തു തരുമായിരിക്കൂലേ. നമ്മൾ നിസ്കാരം കഴിഞ്ഞാലൊക്കെ പ്രാർത്ഥിക്കണ തന്നെയാണ് രഹസ്യമായി, പടച്ചോനെ എന്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ പുറത്തു തരണം എന്നുള്ളതാണ്. പക്ഷെ ഒരൊറ്റ നോമ്പ് കൊണ്ട് ആ തെറ്റുകളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. അള്ളാഹുവിന്റെ പ്രവാചകൻ മദീനയിൽ എത്തിയപ്പോൾ യഹൂദർ ഈ വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്. ആശൂറാ വ്രതം യഹൂദരും അനുഷ്ഠിക്കുന്നുണ്ട്. അപ്പൊ അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, മുഹറം 10 ഫിർഔനിന്റെ ക്രൂരതയിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടത്. അവർ മൂസാ നബിയെ ഫോളോ ചെയ്യുന്ന ആളുകളാണല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്നഹു യൗമുൻ തുഅല്ലിമുഹുൽ യഹൂദ, നബിയോട് പറഞ്ഞു, പ്രവാചകരെ മുഹറം 10 ഇവര് വ്രതം അനുഷ്ഠിക്കുന്നുണ്ടല്ലോ, അവർ ആ വ്രതത്തെ ശ്രേഷ്ഠകരമായി കാണുന്നുണ്ടല്ലോ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലഇൻ ബഖീതു, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരുന്നാൽ മുഹറം 9 വ്രതവും ഞാൻ അനുഷ്ഠിക്കുന്നു. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ അടുത്ത വർഷം ജീവിച്ചിരുന്നില്ല. അപ്പോൾ മുഹറം 9 വ്രതം അള്ളാഹുവിന്റെ പ്രവാചകൻ ഖൗല് കൊണ്ട് പറഞ്ഞ ഒരു കാര്യമാണ്. അതുകൊണ്ട് മുഹറം 9 വ്രതം, മുഹറം 10 വ്രതം, ഇത് രണ്ടും ശ്രേഷ്ഠകരമായ സുന്നത്തായിട്ടുള്ള നോമ്പാണ്. അതാണ് 4ാമതായി നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം.
മൊത്തത്തിൽ ഈ മുഹറമിനെ കുറിച്ച് നാം സൂചിപ്പിച്ചത് മുഹറം എന്നത് പവിത്രമായ മാസമാണ് എന്നതാണ്. കാരണം മുഹറം എന്നാൽ തന്നെ അതിന്റെ അർത്ഥം പവിത്രം എന്നാണ്. ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസമായ മുഹറം എന്നാണ്. എന്നാൽ ഈ മുഹറം പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ, ഞാൻ വളരെ സങ്കടത്തോടെ വളരെ സ്നേഹത്തോടെ ഓരോരുത്തരോടുമായി കൊണ്ട് പറയുകയാണ്. അത് നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ള കാരണം നിങ്ങൾ മറ്റുള്ളവരോട് പറയണം എന്നതുകൊണ്ടാണ്. മുഹറം എന്ന വാക്കിന്റെ അർത്ഥം പവിത്രം എന്നാണ്. പവിത്രം, ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസമായ മുഹറം എന്നാണ്. പിന്നെ എങ്ങനെയാണ് ആ മുഹറം നഹ്സിന്റെ മാസമാകുന്നത്? നഹ്സ് എന്ന് പറഞ്ഞാൽ ദുശകുനം എന്നാണ്. ദുശകുനം എന്താ സംഭവം? അത് ഇസ്ലാമിക ലോകത്തേക്ക് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു വരാനുള്ള കാരണം എന്തറിയോ? ഹിജ്റ 61 കർബലയിൽ വെച്ചുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇരട്ട മക്കളിലെ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത് ഹിജ്റ 61 മുഹറം 10 അപ്പൊ അതുകൊണ്ടാണെന്നാ പറയുന്നത്. അപ്പൊ ഷിയാക്കളിൽ നിന്ന് വന്ന ഒരു വ്യാഖ്യാനമാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, അതിന്റെ മുൻപ് കുറെ ആളുകൾ മരിച്ചു പോയിട്ടില്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിട്ടില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടിട്ടില്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ശത്രുക്കളാൽ കൊല ചെയ്യപ്പെട്ടിട്ടില്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബഹി നമസ്കാരത്തിന് വന്നപ്പോൾ ഒരു ജൂതനാൽ കൊല ചെയ്യപ്പെട്ടിട്ടില്ലേ? ഇങ്ങനെ ഒരാളുടെ മരണവും ഒരാളുടെ ജനനവും ദുശകുനമായി ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം പ്രവാചകന് ശേഷം പിന്നെ നേതാവാകേണ്ടിയിരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ല, പിന്നെയോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അല്ല. അവരത് തട്ടിപ്പറിച്ചെടുത്ത അധികാരമാണ്. ആരാകേണ്ടിയിരുന്നത്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ഈ മുഹറമിന്റെ കാലഘട്ടത്തിൽ ഷിയാക്കൾ ചെയ്യുന്ന കുറെ അനാചാരങ്ങളുണ്ട്. അവർ ഖലീഫമാരെ ശപിക്കും. ആ ശപിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ അവർ നടത്തും. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട ദിവസമാണെന്ന് പറഞ്ഞ് കത്തിയെടുത്ത് ശരീരത്തിൽ മുറിവാക്കി ചോരയൊലിപ്പിക്കും. ഖലീഫമാരുടെ രൂപമുണ്ടാക്കി അതിൽ 3 ഖലീഫമാരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അവർ കൊലപ്പെടുത്തും. ഷിയാക്കളുടെ വിശ്വാസമാണ്. ഷിയാക്കളുടെ പല ആചാര്യന്മാരെയും വലിയ ആത്മീയ ആചാര്യന്മാരായി അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടം ഇന്ന് സമൂഹത്തിൽ ഉണ്ട് എന്നതുകൂടി ഞാൻ പറയുമ്പോ നിങ്ങൾ ചേർത്ത് വായിക്കണം. അപ്പോ മുഹറം നഹ്സിന്റെ മാസമല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത്രയൊന്നും എത്തിയിട്ടില്ല. അതിൽ കുറച്ചുണ്ട്. എന്താ അറിയോ? അത് ആ മുഹറമിന്റെ ആദ്യത്തെ 10 ദിവസം ദുശകുനമാണ്. അതുകൊണ്ട് അന്ന് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താൽ അത് നഷ്ടമാണ്, അത് തടസ്സമാണ്, അത് ദുശകുനമാണ് എന്ന് വിചാരിക്കാറുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്താൽ കൂടുതൽ പ്രതിഫലം ലഭിക്കും മുഹറമില്. അതുകൊണ്ട് തന്നെ വീടിന്റെ തുടക്കം മുഹറമിൽ വേണ്ട, വീട് കൂടൽ മുഹറം 10 വേണ്ട, കച്ചവടം തുടങ്ങുന്നത് മുഹറം 10 ഇടയിൽ വേണ്ട, വിവാഹത്തിന്റെ നിശ്ചയം മുഹറം 10 ഇടയിൽ വേണ്ട, നിക്കാഹ് മുഹറം 10 വേണ്ട. ഇങ്ങനെ നല്ല കാര്യങ്ങളൊന്നും വേണ്ട. കാരണം എന്താ? ആയുസിന്റെ ദൈർഘ്യം കുറയും, നഷ്ടങ്ങൾ സംഭവിക്കും. നമുക്ക് വിശ്വാസം ഉണ്ടായിട്ടൊന്നും അല്ല, നമുക്ക് അങ്ങനെ ഒരു വിശ്വാസമുള്ള ആളുകളും അല്ല. അങ്ങനെയുള്ള വിശ്വാസത്തെ നമ്മൾ എതിർക്കുന്നുണ്ട്. എന്നാലും മുഹറം 10 ഇടയിൽ വേണ്ട. ഇത് വലിയ തെറ്റിദ്ധാരണയും വലിയ അന്ധവിശ്വാസവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനൊക്കെ രേഖ വേണ്ടേ? ഇസ്ലാമിൽ ഒരു കാര്യം പറയണമെങ്കിൽ ഖുർആനിൽ നിന്ന് രേഖ വേണ്ടേ? ഹദീസിൽ നിന്ന് രേഖ വേണ്ടേ? രേഖ ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാളുടെ മരണം കൊണ്ട് ഇങ്ങനെ സംഭവിക്കോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 3 ആൺകുട്ടികൾ ഉണ്ടായിരുന്നു. 3 ആൺകുട്ടികളും പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് മരണപ്പെട്ടു. പ്രവാചകന്റെ ഇബ്രാഹിം എന്ന മകൻ 1.5 വയസ്സുണ്ടാകുമ്പോഴാണ് മരണപ്പെടുന്നത്. പ്രവാചകന്റെ കയ്യില് ശ്വാസം കിട്ടാതെ ഇങ്ങനെ മുകളിലേക്കും താഴേക്കും ഇങ്ങനെ വലിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് വലിയ സങ്കടമുണ്ട്. പ്രവാചകന്റെ കയ്യിൽ വെച്ച് മരിച്ചു. അപ്പോ അന്ന് സൂര്യഗ്രഹണം സംഭവിച്ചു. അപ്പൊ എല്ലാവരും പറഞ്ഞു, ഇത് നബിന്റെ കുട്ടി മരിച്ചത് കൊണ്ടാണ് സൂര്യഗ്രഹണം ഉണ്ടായത്.
അള്ളാന്റെ റസൂൽ അവിടുന്ന് തിരുത്തി. മിണ്ടാതിരുന്നുവെങ്കിൽ അത് വലിയ ഒരു അത്യാചാരവും അനാചാരവും ബിദ്അത്തുമാകുമായിരുന്നു. പ്രവാചകൻ മിണ്ടാന്നില്ല, ആ ക്രെഡിറ്റ് അടിച്ചെടുത്തില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന ശംസ വൽ ഖമറ ലാ യൻകസിഫാനി ലിമൗത്തിൻ അഹദിൻ വലാ ലിഹയാതിഹി. സൂര്യന് ഗ്രഹണം സംഭവിക്കുന്നതും സംഭവിക്കാതിരിക്കുന്നതും ഒരാളുടെ മരണം കൊണ്ടും ജീവിതവും കൊണ്ടുമല്ല. വലാകിന്നഹുമാ ആയത്താനി മിൻ ആയാത്തില്ല. അതൊക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ന്. അപ്പോൾ അന്ധവിശ്വാസങ്ങൾ, ബിദ്അത്തുകൾ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നതിന് നമ്മൾ ശ്രദ്ധിക്കണം. കാലങ്ങളായി നാം പറഞ്ഞു പോരുന്ന ചില പറയലുകളും സംസാരങ്ങളും ഒക്കെ ഉണ്ടാവും. അത് സ്ഥിരപ്പെടണമെങ്കിൽ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തെളിവ് വേണം. അതല്ലെങ്കിൽ അത് അങ്ങനെ ഉണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ ഒരു തടസ്സം ഉണ്ടാക്കുന്നത് ചില ദിവസങ്ങളാണ്. അങ്ങനെ തടസ്സം ഉണ്ടാക്കുന്ന ഒരു ദിവസമല്ല അങ്ങനെ തടസ്സം ഉണ്ടാക്കുന്നത്. ചില കലണ്ടറുകളൊക്കെ നോക്കിയാൽ ആകെ നഹസായിരിക്കും. പിന്നെ മനുഷ്യന്മാരെ ഇടങ്ങാറാകാണ്. എത്ര ബുദ്ധിയുള്ളവനാണെങ്കിലും എത്ര പഠിച്ചവനാണെങ്കിലും ഇതൊങ്ങനെ നോക്കി ജീവിക്കുന്ന ഒരവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് മുഹറമിൽ വളരെ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.